കർക്കിടക മാസം ആരംഭിച്ചാൽ എല്ലാ ദിവസവും ആധ്യാത്മരാമായണം വായിക്കുന്നത് മലയാളികളുടെ ഒരു നല്ല ശീലമാണ്. പണ്ടൊക്കെ കേൾക്കാൻ ധാരാളം പേര് വരും. അന്നദാനം ചെയ്യും, ജ്ഞാനദാനം ഒരേപോലെ നടക്കും. പിന്നെ സാധുവിനെ നമ്മൾ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വസ്ത്രവും ഭക്ഷണവും ദക്ഷിണയും നമസ്കരിക്കുകയും ചെയ്യും യാചകനെ. അപ്പം നല്ലാണ് നാരായണനെ കാണാൻ പറയുന്നത്. സൃഷ്ടിയിൽ സൃഷ്ടാവിനെ കാണാനുള്ള തത്വമാണ് സനാതനപത്തി പറയുന്നത്. സൂര്യന് എഴുതിയുടെ ആവശ്യമില്ല. ഈശ്വരൻ നമ്മുടെ ഒന്നും വേണ്ട. മറ്റുള്ളവരെ ഈശ്വരനെ കണ്ട് സ്നേഹിക്കുക, സേവിക്കുക, ക്ഷമിക്കുക, മറക്കുക, പൊറുക്കുക, കാരുണ്യം, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ വളർത്തുക എന്നുള്ളൊരു തത്വമാണ്. ഇപ്പോൾ നമ്മുടെ ആശ്രമ മക്കൾ തന്നെ നമ്മോട് ചോദിച്ചാൽ എന്തായാലും എല്ലാം സഹിക്കാം, ആ സീതയെ കൊണ്ട് കാട്ടിവിട്ടാണ് സഹിക്കാൻ വയ്യാത്തത്, അതും കള്ളം പറഞ്ഞുകൊണ്ട് എന്ന് ഉപേക്ഷിച്ചു, ഇതാണ് സഹിക്കുക, അത് രാമൻ ചെയ്യുന്ന അനീതിയല്ലേ എന്ന് പല മക്കളും ചോദിക്കാറുണ്ട്. അപ്പോൾ സത്യത്തിൽ രാമൻ്റെ നിഴൽ പോലാണ് സീത. അപ്പോൾ തന്നെ നിഴലിന് തിരിക്കാൻ പറ്റിയില്ല. പ്രേമത്തിൽ അന്ധയാണ് സീത. അവിടെ പറഞ്ഞു കൊടുത്താൽ സീത മാറാൻ പോകുന്നില്ല. അങ്ങനെയുള്ള സീതയെ കാട് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ, രാമന് പിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കൊണ്ടുപോയിട്ട് ഗുരുകുലത്തിലാണ് താമസിപ്പിച്ചത്. നമ്മുടെ കുടുംബങ്ങളിൽ പരമ്പരയായിട്ടുള്ള കുടുംബങ്ങളിൽ 7-ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് വീടുകളിൽ പോകും പല ഗർഭിണിയാകുമ്പം. ഈ ഗർഭിണിയാകുന്ന സമയത്ത് ആ കുഞ്ഞ് ഈശ്വരീയ കഥകൾ കേട്ട് നീങ്ങണമെന്ന്. അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെയും ഉൾക്കൊള്ളാം. അങ്ങനെ വിട്ടെന്ന് പറയാം. ഇപ്പോൾ അതിന് പകരം എന്താ, ഒരു ഗർഭിണി വീട്ടിലുണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോ, ചിരിക്കുന്ന ഫോട്ടോയൊക്കെ വയ്ക്കും. അങ്ങനെ സന്തോഷിച്ച് ഗർഭിണിയാകുമ്പോൾ ഇരിക്കുമ്പോൾ കുഞ്ഞും അതുപോലെ തന്നെ ഉന്മേഷവതിയായി മാറും, ബുദ്ധിമാനായി മാറും, ബുദ്ധിമതിയായി മാറും എന്നൊക്കെയാണ് ഇന്നത്തേത്. അന്നിങ്ങനെയാണ്. പ്രഹ്ലാദൻ്റെ അഭിമന്യുൻ്റെയും കഥയൊക്കെ കേൾക്കുമ്പം വയറ്റിൽ കിടന്നാണ് സത്സംഗം കേൾക്കുന്ന സമയത്ത് അമ്മ ഉറങ്ങുന്നു, പക്ഷേ മൂളുന്നുണ്ട്. ആരാ വയറ്റിൽ കിടക്കുക വെച്ചാൽ മുളി എന്ന് പറയുന്ന കഥ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് മുളി എന്ന് പറഞ്ഞ കഥ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ആ ഈശ്വരീയ സത്സംഗങ്ങളിലും നാമങ്ങളും കേട്ടാണ് സീത കുട്ടികളെ പ്രസവിച്ചതും ആ കുഞ്ഞുങ്ങളെ ലവകുശന്മാരെന്ന് പേരിട്ടതും അവരാണ് ഈശ്വരീയ നാമങ്ങൾ പാടിപ്പാടി ഇവിടെ നടന്നതും. പിന്നെ ആ യജ്ഞ സമയത്ത് കുതിര അയക്കുമല്ലോ, അവരെ പിടിച്ച് കെട്ടിയിട്ട്, അപ്പോൾ ഇത് കെട്ടിയിട്ട് അതിലും ധീരന്മാരെ പറ്റത്തുള്ളൂ. അങ്ങനെ യജ്ഞം വിജയിക്കാനും സാധ്യത വന്നു, തിരിച്ചൊന്നിച്ച് കൂടാനും സാധ്യത വന്നു. ഈ കഥ സത്യമാകണോ സത്യമായില്ലയോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തത്വമായിട്ട് എടുക്കുക, അല്ല മറ്റേ എടുത്തുകൊണ്ട് കുറ്റപ്പെടുത്തുക അങ്ങനെയല്ല വേണ്ടത്. മനസ്സാണ് സീതയുടെ തത്വങ്ങളുടെ പ്രതീകം. മായാമാൻ ആഗ്രഹിച്ചത് കാരണം ആഗ്രഹം വന്നപ്പോൾ രാമൻ ഈശ്വരൻ മനസ്സിൽ നകന്നു. ഈശ്വരൻ വിട്ടുപോയതിന് ശേഷം പിന്നെ ഭ്രാന്ത പോലായി, വ്യക്തിയല്ല അവിടെ, ഭ്രാന്തനായി. പിന്നെ നല്ല ചിന്തിക്കുന്നതിനോടും ചീത്ത ചിന്തിക്കും. ലക്ഷ്മണനോട് നീ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം, ലക്ഷ്മണനെ ഓടിച്ചു. അപ്പം ചിട്ടയും പോയി, ഈശ്വരനും പോയി. പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സടിമയായി. രാവണൻ ഇന്ദ്രിയങ്ങളാണല്ലോ, അടിമയായി. ചിട്ട വിട്ടപ്പം ഇന്ദ്രിയങ്ങൾ മനസ്സടിമയായി. അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവുകയാണ് മനസ്സ്. എങ്ങനെയാണ് മനസ്സ് പോകുന്നത്? ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകാത്തൊരാളാണ്, ഞാനൊരു സിനിമ കണ്ട്, നല്ല സിനിമയാടാ, എനിക്ക് അത്യാവശ്യം കാണണം, ഞാൻ വരുന്നില്ല, അല്ല കാണണം. അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു. അവസാനം പോയി സിനിമ കണ്ടു. പിന്നെ അടുത്ത് കാണാൻ കൊതി വന്നു. അതുപോലെ സിഗരറ്റ് ഇടാ, ഇത് വലിച്ചൊന്ന് നോക്കും, ഒരു പ്രാവശ്യം വലിച്ച് നോക്ക്. വേണ്ട ഞാൻ വലിക്കത്തില്ല ഒരിച്ചിരി. പിന്നെ ആരാ വലിക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങ് സിഗരറ്റ് വലിക്കുന്നവനായി തീർന്നു. അങ്ങനെയാണ് ശീലം. പിന്നെ ശീലം സ്വഭാവം നമ്മളെ വിഴുങ്ങുകയാണ്. സ്വഭാവമാണ് നമ്മളെപ്പോൾ തിന്നുന്നത്. അപ്പം മനസ്സാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളൊരു തത്വമാണ്. അപ്പോൾ ആ സ്വഭാവത്തിന് അടിമയായി നമ്മൾ മനസ്സിനടിമയായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്ന പ്രക്രിയയാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമതായി, ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായ ധാർമ്മിക മൂല്യങ്ങളും ഗുണങ്ങളും ഉൾക്കൊള്ളാൻ രാമായണം സഹായിക്കുന്നു. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ പാതയിൽ സഞ്ചരിച്ച രാമായണ കഥാപാത്രങ്ങൾ
അത്തരം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ സഹായമാകും.